കുട്ടീസ് ബിസ്ക്കറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഹമൂസാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് കുബൂസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന കുബൂസിൻ്റെ ഒരു സൈഡ് ഡിഷാണ്. മറ്റ് കറികളൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് നന്നായി ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് കടലയാണ് എടുത്തേക്കുന്നത്, വെള്ളക്കടലയാണ് എടുത്തേക്കുന്നത്. ഇത് ഞാനൊരു 5-6 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചു. അതിനുശേഷം ഞാനതിനെ വൃത്തിയാക്കി കുക്കറിലിട്ടേക്കാണ്. അത് ആവശ്യത്തിന് വെള്ളവും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതിനെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഈ കടല വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ഞാനൊരു 12 വിസിലിട്ടു. അപ്പോഴേക്കും കടല വെന്ത് വന്നു. ഇനി ഇതിനെ നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ കുറച്ച് ലിക്വിഡ് ഐറ്റംസ് ഉപയോഗിക്കുന്നുണ്ട്. അത് ആദ്യം മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കണം. കാരണം കടല ഇടുമ്പോൾ അത് അരയുന്ന സമയത്ത് കുറച്ച് ടൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അത് കാരണം നമുക്ക് ലിക്വിഡ് ഐറ്റംസ് ആദ്യം ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിക്കുന്നുണ്ട്. പിന്നെ താഹിന ഒഴിക്കുന്നുണ്ട്. താഹിന എന്ന് പറയുമ്പോൾ എള്ളിൻ്റെ ക്രീമാണ്. അത് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അത് ഞാൻ 2 ടേബിൾ സ്പൂൺ ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് അരച്ചെടുക്കാം. നിങ്ങൾക്കിത് ഈ ഒരു ടെക്സ്ചർ ആവുന്നത് വരെ ഇതിനകത്തേക്ക് തൈര് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. കാരണം കടല ആയതുകൊണ്ട് കുറച്ച് ഇങ്ങനെ അരയ്ക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അപ്പോൾ കുറേശ്ശെ തൈര് ഒഴിച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു ടെക്സ്ചർ വരുന്നത് വരെ നിങ്ങൾക്ക് തൈര് ഒഴിക്കാം. ഇനി ഇതിലേക്ക് 2-3 പീസ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ഹാഫ് നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഒലിവ് കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒന്ന് അടിച്ച ശേഷം നമുക്ക് നോക്കാം അതിനകത്ത് ഉപ്പുണ്ടോ എന്ന്. ഉപ്പോ പുളിപ്പിൻ്റെയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി കടല വേവിച്ച സമയത്ത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇത്ര അരഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ. ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയ ശേഷം കുറച്ചുകൂടി ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിനെ മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം.